കേരളത്തിലെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ അതിരമ്പുഴ എന്ന ഏരിയ. ആ ഏരിയയിൽ ഏറ്റുമാനൂർ എന്ന ഒരു ചെറിയ മനോഹരമായ ഗ്രാമം. ഡിസംബർ മാസം 27-ാം തീയതി 2024 വർഷം സാബിയോ എന്ന സ്ത്രീ ഈ ഏറ്റുമാനൂർ എന്ന ഗ്രാമത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെയുള്ള പോലീസ് ഓഫീസറോട് ഇവർ പറഞ്ഞത്, കഴിഞ്ഞ ഒരാഴ്ചയായി എൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന്. ഇപ്പോൾ പോലീസ് ഓഫീസർ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ സഹോദരി ആരാണ്? അവർ കാണാതായി എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, എൻ്റെ സഹോദരിയുടെ പേര് ജെയിൻ മാത്യു. ഞങ്ങൾ അവളെ വളരെ സ്നേഹത്തോടു കൂടി ജെയിനമ്മ എന്ന് വിളിക്കും. ഡിസംബർ മാസം 22-ാം തീയതി വരെയും എൻ്റെ സഹോദരിയെ ഞാൻ കോൺടാക്ട് ചെയ്തു. ദിവസവും 2 തവണ സംസാരിക്കും. എന്നാൽ 23-ാം തീയതി മുതൽ എൻ്റെ സഹോദരിയെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഫോൺ നോട്ട് റീച്ചബിൾ ആയിരുന്നു. പൂർണ്ണമായും പിന്നീട് സ്വിച്ച് ഓഫ് ആയി. ഇതുവരെയും എൻ്റെ സഹോദരി അങ്ങനെയൊന്നും പെരുമാറിയിട്ടേയില്ല. അതുകൊണ്ടാണ് അവൾ കാണാതായി എന്ന് ഞാൻ പറയാൻ കാരണം. ദയവ് ചെയ്ത് അവളെ കണ്ടുപിടിച്ച് നൽകണമെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ പോലീസ് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ സഹോദരിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ഇപ്പോൾ ഈ സ്ത്രീയും വീട്ടിലേക്ക് ചെന്ന് വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. എന്നാൽ യാതൊരു ഇൻഫർമേഷനും വന്നില്ല. ഇങ്ങനെ ചില ആഴ്ചകൾ പോകുന്നു. അങ്ങനെ 2025 ജനുവരി മാസം എത്തി. ഈ ജനുവരി മാസം 13-ാം തീയതി ഒരു ദിവസം സാബിയോ എന്ന സ്ത്രീക്ക് കാണാതായ അവരുടെ സഹോദരി ജെയിൻ അമ്മയുടെ ഫോണിൽ നിന്നും 3 മിസ് കോൾസ് വരുന്നു. മിസ് കോൾ എന്ന് പറഞ്ഞാൽ ഒരു റിങ്ങിൽ തന്നെ കട്ടായി. ഇപ്പോൾ ഇവർ തിരിച്ച് അതേ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി തൻ്റെ സഹോദരിക്ക് എന്തോ ഒരു ആപത്തുണ്ടെന്ന്. ഉടൻ തന്നെ ഈ വിവരവും പോലീസിനെ അറിയിച്ചു. ഇപ്പോഴും പോലീസ് പറഞ്ഞത്, ഭയപ്പെടണ്ട, നിങ്ങൾ ഈ വിവരം നൽകിയല്ലോ, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പുരോഗതി ഉണ്ടായില്ല. ഇപ്പോൾ വല്ലാത്ത ദേഷ്യം വന്ന ഈ സാബിയോ എന്ന സ്ത്രീ ചെയ്തത്, ഇനിയും കാത്തിരുന്നാൽ യാതൊരു രക്ഷയും കാണില്ല. വലിയ വലിയ അധികാരികളെ കോൺടാക്ട് ചെയ്യുന്നു. കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ കോൺടാക്ട് ചെയ്തു. കേരളത്തിലെ DGPയെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് കൂടിയും ഈ ഒരു കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ വല്ലാത്ത ദേഷ്യം വന്ന ഇവർ ഇനിയും ഈ അധികാരികളെ വിശ്വസിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് കരുതി ഉടൻ തന്നെ കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. തന്റെ സഹോദരി മിസ്സായി എന്നും പോലീസ് അത് അന്വേഷിക്കാൻ മടി കാണിക്കുന്നുവെന്നും കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അവസാനം കോടതി ഈ ഒരു കേസ് അന്വേഷിക്കുന്നു. അങ്ങനെ പോലീസുകാർക്ക് കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വരുന്നു. ഉടൻ തന്നെ ഈ സ്ത്രീയെ കണ്ടെത്തണമെന്നും ഒരു അറിയിപ്പ് കൊടുത്തു. ഈ സമയത്താണ് ഈ ഒരു കേസ് കോട്ടയം ക്രൈം ബ്രാഞ്ചിലേക്ക് മാറുന്നത്. എന്നാൽ ലോക്കൽ പോലീസ് ഇതിനകം തന്നെ ഈ സ്ത്രീയെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. ഇവർക്ക് ബന്ധുക്കൾ ആരെല്ലാമായാണ് ഇവർ കോൺടാക്റ്റിലുണ്ടായിരുന്നത്, ആരെല്ലാമായി സംസാരിക്കാറുണ്ട്, ഇങ്ങനെ ഒരുപാട് പേരെ അന്വേഷിച്ചിട്ടുണ്ട്. കാണാതായ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോസ്, ഡീറ്റെയിൽസ് എല്ലാം ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ എല്ലാം ഇപ്പോൾ കോട്ടയം ക്രൈം ബ്രാഞ്ചിലേക്ക് കൈമാറി. ക്രൈം ബ്രാഞ്ച് ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനകം തന്നെ കാണാതായ ആ സ്ത്രീയുടെ ഫോണിൽ നിന്നും ജനുവരി മാസം 3 മിസ് കോൾസ് വന്നതിൻ്റെ തെളിവ് ലഭിച്ചല്ലോ. എന്നാൽ അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ സമയം ക്രൈം ബ്രാഞ്ച് ചെയ്തത്, കാണാതായ ഈ സ്ത്രീയുടെ സെൽഫോൺ ലൊക്കേഷൻ, അതായത് ഡിസംബർ മാസം കാണാതായപ്പോൾ അവസാനമായി ആ സെൽഫോണിന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്ന് പരിശോധിക്കുന്നു. അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ പള്ളിപ്പുറം എന്ന ഏരിയയിലാണ് കാണിച്ചത്. അവിടെയാണ് സ്വിച്ച് ഓഫ് ആയത്. ആ പള്ളിപ്പുറത്തിനും ഇവർക്കും യാതൊരു ബന്ധവുമില്ല. ഈ സ്ത്രീയുള്ളത് കോട്ടയത്താണ്. ഫോൺ അവസാനമായി സിഗ്നൽ കാണിച്ചത് ആലപ്പുഴയിലാണ്. പോലീസിന് ഇത് ലിങ്ക് ചെയ്യാനേ സാധിച്ചില്ല. സത്യത്തിൽ ക്രൈം ബ്രാഞ്ചിനും ഈ ഒരു കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ അറിയാതെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായ സമയത്താണ് 2025 ജൂലൈ മാസത്തിൽ ഈ ഒരു കേസിന് വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. അതായത് കാണാതായ ജെയിൻ അമ്മയുടെ സെൽഫോണിലേക്ക് ആരോ ഒരു വ്യക്തി റീചാർജ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഉടൻ തന്നെ ജെയിൻ അമ്മയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നാൽ അടുത്തിടെ ആരോ ആ സിം കാർഡിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും കാണാതായ ജെയിൻ അമ്മയുടെ ഡിസപ്പിയറൻസിനും ഏതോ ഒരു ബന്ധമുണ്ടെന്ന നിഗമനത്തിൽ ക്രൈം ബ്രാഞ്ച് എത്തി. ശരി, അങ്ങനെയാണെങ്കിൽ റീചാർജ് ചെയ്തത് ഏത് സ്ഥലത്ത് നിന്നാണ് എന്ന് അന്വേഷിക്കുന്നു. ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് നിന്നാണ് റീചാർജ് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ക്രൈം ബ്രാഞ്ച് ഈ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് പോയി. അവിടെ ചെറിയ ഒരുപാട് മൊബൈൽ ഷോപ്പ് ഉണ്ട്. ദിവസവും 1000കണക്കിന് മൊബൈൽസ് റീചാർജ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായി ഈ ഒരു നമ്പറിലേക്ക് റീചാർജ് ചെയ്ത ആ സമയം, ആ കട അതേതെന്ന് കണ്ടെത്തണം. അതറിയണമെങ്കിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി. അതിലൂടെ ആ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. അയാളെ അന്വേഷിച്ചാൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന് കരുതിയ പോലീസ് ഉടൻ തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഏരിയയിലുള്ള CCTV ഫുട്ടേജ് എല്ലാം ഏകദേശം പല മണിക്കൂറായി പരിശോധിക്കുമ്പോൾ അവസാനം ഒരു ബ്രേക്ക് ത്രൂ ലഭിച്ചു. ഏത് മൊബൈൽ ഷോപ്പിലാണ് ഇത് റീചാർജ് ചെയ്തത് എന്ന് കണ്ടെത്തുന്നു. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് ആ ഒരു വ്യക്തി പുറത്തേക്ക് വന്നത്. CCTV ഫുട്ടേജിലുണ്ടായിരുന്ന അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ക്രൈം ബ്രാഞ്ചിന് വലിയ ഞെട്ടലായി.
കാരണം അയാളെ ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ചിന് അറിയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ ലോക്കൽ പോലീസ് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട്. ആ സമയം ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ 2 ഫോട്ടോസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നു. യാതൊരു സംശയവുമില്ല, ഇവരുടെ ഫോണിലേക്ക് റീചാർജ് ചെയ്ത വ്യക്തിയുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. സെബാസ്റ്റ്യൻ ആരാണ്? അയാൾക്കും കാണാതായ ഈ സ്ത്രീക്കും എന്താണ് ബന്ധം? ഇതന്വേഷിക്കുന്നു. ആദ്യം സെബാസ്റ്റ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ ഒരു ബസ് ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. ഇതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇയാളുള്ളത് ആലപ്പുഴയിലാണ്. കാണാതായ സ്ത്രീ ജീവിക്കുന്നത് കോട്ടയത്താണ്. ഇവർക്ക് 2 പേർക്കും ഇടയിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് പോലീസിന് മനസ്സിലായില്ല. പോലീസ് സെബാസ്റ്റ്യൻ എന്നയാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അയാൾ പറഞ്ഞത്, ഞാൻ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു, ഞാൻ 1000 ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇയാളുടെ ബന്ധുക്കൾ കോട്ടയത്തുണ്ട്, എന്നാൽ ഇയാൾ താമസിക്കുന്നത് ആലപ്പുഴയിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ്. പോലീസ് ഇയാളോട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇയാൾ ഒന്നും തുറന്നു പറഞ്ഞില്ല. പറയുന്ന മറുപടികളെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. അതായത് മാനസിക നില ശരിയല്ലാത്തൊരു വ്യക്തി സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരുന്നു. പോലീസിനൊന്നും മനസ്സിലായില്ല. ശരിക്കും ഇയാൾക്ക് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ പോലീസിനെ തന്നെ മണ്ടന്മാരാക്കുകയാണോ? ഈ ഒരു സംശയം വന്നു. എങ്കിൽ പോലും പോലീസിനുള്ള ഒരേ ഒരു ലീഡ് ഈ സെബാസ്റ്റ്യനാണ്. വീണ്ടും അയാൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ശരി, നീ ഇപ്പോൾ ആലപ്പുഴയിൽ എവിടെയാണെന്ന് ചോദിച്ചു. എനിക്ക് പള്ളിപ്പുറത്തൊരു വീടുണ്ട്. ആ വീടിന് ചുറ്റും ഒരുപാട് കൃഷിസ്ഥലമുണ്ട്. 2.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഒരുപാട് കിണറുണ്ട്. അത്ര വലിയ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകാറുണ്ട്. ഇവിടെയും എനിക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടുണ്ട്. അവിടെ ഞാൻ വരുമ്പോഴെല്ലാം താമസിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട പോലീസ് അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ശരിയെന്ന് അവനും പറഞ്ഞു. പോലീസ് ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീട് കാണുമ്പോൾ തന്നെ മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലം. അവിടെ ആരും താമസിക്കാനുള്ള സാധ്യതയേയില്ല. ഇവന്റെ കുടുംബം എല്ലാം കോട്ടയത്താണ്. എന്നാൽ ആ വീട് പാഴടഞ്ഞൊരു വീട്. അതിനെ ചുറ്റി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് പറയാനേ സാധിക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു പക്ഷെ കൃഷി ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ആ ഭൂമി മുഴുവനും തരിശു ഭൂമിയായിട്ടുണ്ട്. എവിടെ നോക്കിയാലും പാഴടഞ്ഞ കിണറുകളുമുണ്ട്. മൊത്തത്തിൽ ആ 2.5 ഏക്കർ സ്ഥലം കാണുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി, ഇവിടെ എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്താൽ പുറം ലോകത്തിന് അതറിയാനും സാധിക്കില്ല. അത്രത്തോളം ഡെസേർട്ട് പ്രദേശത്താണ് ഈ ഒരു വീടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ പോലീസ് വീണ്ടും അവനോട് ചോദിച്ചു. എന്നാൽ അപ്പോഴും അവനൊന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ പോലീസിന് ഉറപ്പാണ് ഇവന് ഈ ഒരു മിസ്സിങ്ങിനും എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. കാരണം മിസ്സിംഗ് ആയ സ്ത്രീയുടെ മൊബൈലും സിം കാർഡും എല്ലാം ഇപ്പോൾ ഇവന്റെ കയ്യിലാണല്ലോ. വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു ഘട്ടത്തിന് ശേഷം അവൻ കാര്യം പറയാൻ തുടങ്ങി. 2025 ജൂലൈ മാസം 29-ാം തീയതി അവൻ കൺഫെഷൻ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ തിരയുന്ന ഈ ജയനമ്മ എന്ന സ്ത്രീയെ ഞാൻ തന്നെയാണ് എൻ്റെ കൈകൊണ്ടാണ് കൊന്നത്. ശരി, നീ കൊന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരീരം നീ എവിടെയാണ് മറവ് ചെയ്തതെന്നും ചോദിച്ചു. ആ 2.5 ഏക്കർ സ്ഥലത്ത് പോലീസിനെ അവൻ പല ഇടങ്ങളിലായി കൊണ്ടുപോയി. അവന് ശരിയായി ഓർമ്മയില്ല. എങ്കിൽ പോലും 2-3 മണിക്കൂർ പോലീസിനെ അവിടെയായി കൊണ്ടുപോയതിനു ശേഷം ഒരു സ്ഥലത്തെ നോക്കി കൈ ചൂണ്ടി. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ കുഴിച്ചു നോക്കുക എന്നും പറഞ്ഞു. ഉടൻ തന്നെ ഒരു കൂട്ടം പോലീസ് ഓഫീസർ വന്ന് അവൻ പറഞ്ഞ ആ ഒരു സ്ഥലം കുഴിച്ചു നോക്കാൻ തുടങ്ങി. കാണാതായി ജയനമ്മ എന്ന സ്ത്രീ ശരിക്കും സെബാസ്റ്റ്യൻ തന്നെയാണോ കൊന്നത്? അവൻ തന്നെയാണോ അവൻ്റെ ഈ പാഴടഞ്ഞ വീടിന് പിന്നിൽ കുഴിച്ചിട്ടത്? ശരിക്കും ഇവന് മാനസിക നില ശരിയല്ലേ? അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുകയാണോ? ശരിക്കും ഇവൻ കൈ ചൂണ്ടിയ സ്ഥലത്ത് പോലീസ് എന്താണ് കണ്ടെത്തിയത്? ഇങ്ങനെ പല കുഴപ്പങ്ങളും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ കേരളത്തിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം കേസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു കേസ് ഇതുവരെയും കണ്ടപ്പോൾ ഒരു കൊലപാതകം സംഭവിച്ചു, പോലീസ് അന്വേഷിച്ചു, കൊലയാളിയുടെ അടുത്തേക്ക് പോലീസ് എത്തി, പിടിച്ചു എന്നൊക്കെ ചിന്തിച്ചാൽ പോലും ശരിക്കും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഈ ഒരു കേസിലുണ്ട്. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഇവനെ പറഞ്ഞ സ്ഥലത്ത് പോലീസ് കുഴിച്ചു നോക്കാൻ തുടങ്ങി. ഏകദേശം 3 അടിയോളം കുഴിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ്റെ ഡെഡ് ബോഡി കിട്ടുന്നു. അത് ഏകദേശം ഡീകമ്പോസായി റിമൈൻസ് മാത്രമാണുള്ളത്, വെറും എല്ലിൻ കഷ്ണങ്ങൾ മാത്രം. എന്നാൽ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ പോലീസ് ചിന്തിച്ചത്, ശരി, സെബാസ്റ്റ്യൻ പറഞ്ഞത് ശരിയായിരിക്കും,
ഇവൻ തന്നെയാണ് ജെയിൻ അമ്മയെ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടിയത്. കേസ് അവസാനിച്ചു. കേസ് നമ്മെ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുമെന്ന് കരുതി. സാരമില്ല, കേസ് വളരെ എളുപ്പത്തിൽ തന്നെ അവസാനിച്ചല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു പോലീസ്. അങ്ങനെ ബാക്കി റിമൈൻസ് എല്ലാം പുറത്തേക്കെടുത്തു. പക്ഷെ പുറത്തേക്കെടുത്താലും അത് ശരിക്കും ജെയിൻ അമ്മയുടേതാണോ എന്ന് തെളിയിക്കണം. സയന്റിഫിക് തെളിവ് ആവശ്യമാണ്. DNA എടുക്കണം. DNA തെളിയിക്കപ്പെട്ടാൽ മാത്രമേ കേസും ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ആ ഒരു മനുഷ്യന്റെ റിമൈൻസിൽ നിന്നും DNA സാമ്പിൾ എടുത്ത് ടെസ്റ്റിങ്ങിനായി പോകുന്നു. ജെയിൻ അമ്മയുടെ സഹോദരിയാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഈ സഹോദരിയുടെ DNA സാമ്പിളും എടുത്ത് 2 മാച്ച് ചെയ്യാൻ നോക്കുന്നു. എന്നിട്ട് കൂടിയും കണ്ടെത്തിയ ഈ റിമൈൻസ് ആ സ്ത്രീയോട് കാണിച്ചു. ആ സ്ത്രീയും റിമൈൻസ് കണ്ടിട്ട് ഒരല്പനേരം നോക്കി നിന്നു. ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്, സർ, എനിക്കെന്തോ സംശയം തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഈ റിമൈൻസ് എൻ്റെ സഹോദരിയുടേതായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പോലീസിന് ഇത് വലിയ ഞെട്ടലായി. എന്താണ് ഈ പറയുന്നത്? വെറും അസ്ഥിക്കൂടം മാത്രം വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇത് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു. സർ, എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം നിങ്ങളെ കണ്ടുപിടിച്ച ഈ ഒരു വ്യക്തി വെപ്പുപല്ല് വെച്ചിട്ടുണ്ട്. ശരീരം ഡീകമ്പോസ് ആയിട്ട് കൂടിയും വെപ്പുപല്ല് അതുപോലെ തന്നെ ഉണ്ട്. യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ സഹോദരി ജെയിനമ്മയ്ക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വന്നിട്ടില്ല. വെപ്പുപല്ല് വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അവളുടെ പല്ലിനൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ഈ ഒരു ശരീരം എൻ്റെ സഹോദരിയുടേതല്ല എന്നവർ പറഞ്ഞു. DNA ടെസ്റ്റും അത് തന്നെയാണ് പറഞ്ഞത്. അതെ, ഇത് ജെയിൻ അമ്മയുടെ ഡെഡ് ബോഡി അല്ല എന്ന്. ഇപ്പൊ പോലീസിന് തന്നെ വല്ലാത്ത ആശയക്കുഴപ്പമായി. ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നു, എന്നാൽ മറ്റൊരു കേസിലേക്ക് നയിക്കുന്ന ഡെഡ് ബോഡി ആയിരുന്നു ഇപ്പൊ കിട്ടിയത്. ഇപ്പൊ പോലീസിന് 2 ചോദ്യം വന്നു. സത്യത്തിൽ ജെയിൻ അമ്മ എവിടെയാണ്? ഇത് ജെയിൻ അമ്മയുടേതല്ല എങ്കിൽ കണ്ടെത്തിയ ഈ ഒരു ഡെഡ് ബോഡി ആരുടേത്? ഈ 2 ചോദ്യമായിരുന്നു പോലീസിന് മുന്നിൽ വന്നത്. എന്നാലും പോലീസിന് ഒന്ന് മാത്രം അറിയാം, ഇത് ജെയിൻ അമ്മ അല്ലെങ്കിൽ കൂടിയും ഈ ഒരു പെണ്ണിനെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊന്നത്. അപ്പോൾ ഇവൻ സാധാരണ ഒരു വ്യക്തിയല്ല, ഇവനൊരു വലിയ ക്രിമിനൽ ആണെന്ന് മാത്രം മനസ്സിലായി. ഈ സമയം പോലീസ് ചെയ്തത് സെബാസ്റ്റ്യൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ കേസുകളും എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവനുമായി ബന്ധപ്പെട്ട ചില കേസുകൾ എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കേസ് പോലീസിന്റെ കണ്ണിൽപ്പെട്ടു. അതായത് 2002 ഇതേ ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ എന്ന ഒരു സ്ത്രീ കാണാതായി. അവരുടെ സഹോദരൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതുവരെയും ആ സ്ത്രീയെ തിരയുകയാണ്. ബിന്ദു പത്മനാഭനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ബിന്ദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിന്ദുവിന്റെ സഹോദരൻ ജോലി ആവശ്യത്തിനായി കാനഡയിലേക്ക് പോയി. അച്ഛനും അമ്മയും മരിച്ചു. അച്ഛനും അമ്മയും ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. കോടിക്കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബിന്ദു അവസാനം വരെയും വിവാഹം കഴിച്ചില്ല എന്നാണോ അല്ലെങ്കിൽ വിവാഹബന്ധം അവസാനിപ്പിച്ച് ജീവിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷെ അവസാനം വരെയും അവർ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ തനിക്ക് ഇപ്പോഴുള്ള ഏക ബന്ധുവായ തൻ്റെ സഹോദരൻ അവനുമായി എപ്പോഴും സംസാരിക്കും. ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം, അതായത് 2002 ശേഷം ഈ സഹോദരന്റെ ബിന്ദുവിനെ കോൺടാക്ട് ചെയ്യാനേ സാധിച്ചില്ല. ഇപ്പോൾ ഇയാൾ ചിന്തിച്ചത് ഒരു പക്ഷേ സഹോദരിക്ക് തന്നോട് എന്തെങ്കിലും ദേഷ്യമായിരിക്കും, തന്നോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരിക്കും എന്ന് കരുതി അദ്ദേഹം അതങ്ങനെ വിട്ടു. അങ്ങനെ 2005 വെക്കേഷന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നു. സഹോദരിയെ കാണാനായി വരുന്നു. അപ്പോൾ അവ താമസിച്ചിരുന്ന ആ വീട്ടിലേക്കും പോകുന്നു. പക്ഷെ ആ വീട്ടിൽ മറ്റൊരു കുടുംബം താമസിക്കുന്നതായിരുന്നു കണ്ടത്. ആ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ സഹോദരി എവിടെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾ ചോദിച്ചത്, നിങ്ങളുടെ സഹോദരി ആരാണ്, പേരെന്താണെന്ന് ചോദിച്ചു. എൻ്റെ സഹോദരിയുടെ പേര് ബിന്ദു പത്മനാഭൻ എന്നാണ്. അവരാണോ? അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വിറ്റല്ലോ, ഇതിപ്പോൾ ഞങ്ങളുടേതാണ് എന്നാണ് ആ കുടുംബം പറഞ്ഞത്. ഇപ്പോൾ സഹോദരൻ ഒന്നും വിശ്വസിക്കാനേ സാധിച്ചില്ല. അതെങ്ങനെയാണ് സാധിക്കുക? എന്നോട് ചോദിക്കാതെ എൻ്റെ സഹോദരി ഇത്രയേറെ ഭൂമി മറ്റൊരാൾക്ക് എങ്ങനെ വിൽക്കാൻ സാധിക്കും? അങ്ങനെ അവൾ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയെ അല്ല എന്നയാൾ ചിന്തിച്ചു. ഇവരുടേതായ മറ്റു ചില ഭൂമിയുമുണ്ട്, അവിടെയും ചെന്ന് അന്വേഷിക്കുന്നു. അതും സെയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരിയെ കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. ഇപ്പോൾ സംശയം വന്ന ഈ സഹോദരൻ പോലീസിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസും അന്വേഷിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ സ്ഥലവും വീടുമെല്ലാം ഒരു വ്യക്തി വാങ്ങിയല്ലോ. ഈ വാങ്ങിയവർ ആർക്കാണ് അതിന്റെ പണം അയച്ചതെന്ന് നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ എന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വ്യക്തിക്കാണ് ഈ പണമെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി, ഈ സെബാസ്റ്റ്യനാണ് ബിന്ദുവിന്റെ പല പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് സെയിൽ ചെയ്തത്, ആ പണം വാങ്ങിയത് എന്ന്. ഇപ്പൊ ഇവിടെ പോലീസിന് വന്നൊരു ചോദ്യം, എങ്ങനെയാണ് ബിന്ദുവിനെ പറ്റിച്ച് ഈ പ്രോപ്പർട്ടി എല്ലാം മറ്റൊരാൾക്ക് വിറ്റത്? അടുത്ത ചോദ്യം, ബിന്ദു പത്മനാഭൻ എവിടെയാണ്? ഈ സമയം പോലീസ് ചെയ്തത് 2005, 2006 ഈ ഒരു വർഷത്തിൽ അന്വേഷിക്കുമ്പോൾ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു. ഇപ്പൊ ഇവന്റെ കൂടെ 2 സ്ത്രീ ഉണ്ടായിരുന്നു. ഇവൻ ചെയ്യുന്ന അഴിമതിക്കെല്ലാം ഈ 2 സ്ത്രീയുമാണ് സഹായത്തിനുണ്ടായിരുന്നത്. മിനി, തുക്കുറാണ എന്ന 2 സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്.
ഇവിടെ ഇവൻ ചെയ്തത് ബിന്ദു പത്മനാഭനെ പോലെ തന്നെ ഈ തുക്കുറാണ എന്ന സ്ത്രീയെ അഭിനയിപ്പിച്ചു. അതായത് ഇവരുടെ ഫേസ് ആധാർ കാർഡിൽ വെച്ച് ഇവർ തന്നെയാണ് ബിന്ദു പത്മനാഭൻ എന്ന് വിശ്വസിപ്പിച്ച് ഫേക്ക് ഐഡന്റിറ്റിയിലൂടെ ബിന്ദു പത്മനാഭന്റെ കോടിക്കണക്കിന് ആസ്തിയുള്ള സ്വത്ത് മറ്റൊരാൾക്ക് വിറ്റു. എന്നിട്ട് മുഴുവൻ പണവും ഇവൻ സ്വന്തമാക്കി. ഇതിന് മിനിക്കും തുക്കുറാണയ്ക്കും ഒരു ഷെയർ നൽകാമെന്നും പറഞ്ഞു. വാങ്ങുന്നതിൽ 50% നിങ്ങൾക്ക് തരാം എന്ന് വിശ്വസിപ്പിച്ചാണ് അവരെ അഭിനയിപ്പിച്ചത്. എന്നാൽ അവസാനം വരെയും ആ സ്ത്രീകൾക്ക് ഷെയർ നൽകിയിട്ടില്ല. അതിനാൽ മിനി, തുക്കുറാണ എന്ന 2 സ്ത്രീകൾക്കും സെബാസ്റ്റ്യനും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് വർഷങ്ങളായി നടക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ജയിലിൽ പോയി പിന്നീട് തിരികെ വന്നു. ഇങ്ങനെ കേസ് നടക്കുകയാണ്. ഇപ്പോൾ ബിന്ദു പത്മനാഭനെ അവസാനം വരെയും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് പോലീസിന് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഈ സെബാസ്റ്റ്യനെയും പുറത്തുവിട്ടു. ഇതാണ് ഫ്ലാഷ് ബാക്ക്. ഇനി ഇപ്പോൾ നടക്കുന്ന സംഭവത്തിലേക്ക് വരാം. ഇപ്പോൾ ഇങ്ങനൊരു ഡെഡ് ബോഡി കിട്ടിയല്ലോ. ഇത് ജയനമ്മ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതെന്തുകൊണ്ട് ബിന്ദു പത്മനാഭൻ ആയിക്കൂടാ? തീർച്ചയായും അവൾ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു. അങ്ങനെ ബിന്ദു പത്മനാഭന്റെ സഹോദരനെയും ചില ബന്ധുക്കളെയും വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ റിമൈൻസ് കാണിച്ചു കൊടുത്തു. അവരും പറഞ്ഞത്, സർ, ഈ റിമൈൻസ് ബിന്ദു പത്മനാഭന്റേതായിരിക്കാൻ സാധ്യതയില്ല എന്നും സഹോദരൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സഹോദരിക്കും പല്ല് നല്ല ആരോഗ്യമുള്ളതാണ്, വെപ്പ് പല്ല് വയ്ക്കേണ്ട ആവശ്യം അവൾക്കില്ലായിരുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതെന്റെ സഹോദരിയുടെ ഡെഡ് ബോഡി അല്ല എന്നും പറഞ്ഞു. മൊത്തത്തിൽ ഈ ആലപ്പുഴ പോലീസിന് തല കറങ്ങാൻ തുടങ്ങി. സെബാസ്റ്റ്യൻ ഒരു ക്രിമിനൽ, കൊലപാതകിയാണെന്ന് അറിയാം. അവന്റെ വീടിന് പുറകിൽ കണ്ടെത്തിയത് ആദ്യം ജയനമ്മയാണെന്ന് വിശ്വസിച്ചു. എന്നാൽ അല്ല. പിന്നീട് സംശയിച്ചതുപോലെ ബിന്ദു പത്മനാഭൻ. എന്നാൽ അതുമല്ല. അങ്ങനെയാണെങ്കിൽ വീടിന് പുറകിൽ കുഴിച്ചിട്ടിരുന്ന ആ 3ാമത്തെ സ്ത്രീ ആരാണ് എന്ന പല ചോദ്യം പോലീസിന് മുൻപിൽ വന്നു. ഇത് സെബാസ്റ്റ്യൻ ചെയ്തു എന്ന് പോലീസിന് അറിയാം. എന്നാൽ അവനോട് ചോദിച്ചപ്പോൾ അവൻ പോലീസിനെ മണ്ടന്മാരാക്കുകയാണ് ചെയ്തത്. പല മറുപടി പറഞ്ഞ് പോലീസിനെ ട്വിസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് അവസാനം ഒരു നിഗമനത്തിലെത്തി. പല സ്ത്രീകളുമായി ഇവന് ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാം പറ്റിച്ച് ഇവൻ ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ട്. അവസാനം ആ പെൺകുട്ടികളെല്ലാം കൊന്നിട്ടുമുണ്ട്. ഇത് 1ഓ 2ഓ അല്ല, ഒരുപക്ഷെ പല സ്ത്രീകൾ ഇതിൽ ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും പരിശോധിച്ചു. അപ്പോഴാണ് അവന് റോസമ്മ എന്നൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. റോസമ്മ റിയൽ എസ്റ്റേറ്റിൽ ഇവൻ ചെയ്യുന്ന സ്കാമിനെല്ലാം സഹായിയായിരുന്നു. റോസമ്മയ്ക്ക് ആയിഷ എന്ന ഒരു സ്ത്രീ ഒരു സുഹൃത്തായിരുന്നു. റോസമ്മ ആയിഷയെ സെബാസ്റ്റ്യന് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് സെബാസ്റ്റ്യനും ആയിഷയും നല്ല സുഹൃത്തുക്കളായി മാറി. പെട്ടെന്നൊരു ദിവസം ആയിഷയുടെ മകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. 2018 ഈ സംഭവം. എൻ്റെ അമ്മയെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുത്തു. പോലീസും തിരഞ്ഞു നോക്കി. അവസാനം ഇതൊരു കോൾഡ് കേസായി മാറി. ഒരുപക്ഷെ ഇപ്പൊ കണ്ടെത്തിയ ഡെഡ് ബോഡി ആയിഷയുടേതായിരിക്കുമോ എന്നുള്ളതായി അടുത്ത അന്വേഷണം. അതറിയാനായി ആയിഷയുടെ മകളെ വിളിച്ചു കൊണ്ടുവന്നു. ആ പെൺകുട്ടിയോട് കുറച്ചു സമയം സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സർ, എൻ്റെ അമ്മ വൈപ്പ് പല്ല് വച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് പോലീസിനൊന്ന് ആശ്വാസമായത്. ഉടൻ തന്നെ പോലീസ് DNA പരിശോധിച്ചപ്പോൾ 100% അത് മാച്ചായി. യാതൊരു സംശയവുമില്ല. സെബാസ്റ്റ്യന്റെ വീടിന് പുറകിൽ കുഴിച്ചിട്ടത് 2018 കാണാതായ ആയിഷ എന്ന സ്ത്രീയാണ്. ശരി, ഒരു കേസ് എന്തായാലും സോൾവ് ചെയ്തു. അപ്പോൾ അടുത്തിടെ കാണാതായ ജയനമ്മ, അതിനുശേഷം ബിന്ദു പത്മനാഭൻ, ഈ 2 സ്ത്രീയെക്കുറിച്ചും ഇനി അറിയണം. ഏറെ സമയത്തെ ആലോചനകൾക്ക് ശേഷം പോലീസിന് വീണ്ടും ഒരു കാര്യം മനസ്സിലായി. തീർച്ചയായും ഇവന്റെ വീടിന് പുറകിലുള്ള ആ 2.5 ഏക്കർ സ്ഥലം, അവിടെ എവിടെയെങ്കിലും തന്നെ ഈ 2 പെട്ട ഡെഡ് ബോഡി കാണുമെന്ന് വിശ്വസിച്ചു. എന്തായാലും ഇവനെ വിശ്വസിച്ച് ഇവൻ പറയുന്ന സ്ഥലത്ത് കുഴിച്ചിട്ട് ഇനി കാര്യമില്ല. അങ്ങനെ മണം പിടിക്കുന്ന നായയെ കൊണ്ടുവന്നു. ഈ നായയുടെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ആഴത്തിൽ മനുഷ്യന്റെ ഡെഡ് ബോഡി കുഴിച്ചിട്ടാൽ കൂടിയും അതിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് വെച്ച് വളരെ എളുപ്പത്തിൽ നായയെ കൊണ്ട് കണ്ടെത്താൻ കഴിയും. അങ്ങനെ 2.5 ഏക്കർ സ്ഥലത്ത് ഈ നായ മണം പിടിച്ച് നടക്കുന്നു. അപ്പോഴാണ് ഇവന്റെ പാഴടഞ്ഞ വീടിനുള്ളിൽ പുതുതായി ഒരു വീടുണ്ട്. റീസെന്റായി കോൺക്രീറ്റ് ഇട്ടൊരു വീടാണ്. അതായത് ബിന്ദു പത്മനാഭൻ എപ്പോഴാണോ കാണാതായത് ഏകദേശം അതേ സമയത്താണ് ആ മുറിയും കോൺക്രീറ്റ് ഇട്ടത്. ഉടൻ തന്നെ പോലീസ് ആ കോൺക്രീറ്റ് തകർത്ത് നോക്കുന്നു. അകത്തു നിന്നും മനുഷ്യന്റെ പല അസ്ഥിക്കുടം കണ്ടെത്തുന്നു. അതായത് ബോൺ ഫ്രാഗ്മെന്റ് എന്ന് പറയും. മുഴുവനായും ഒരു മനുഷ്യനെ കുഴിച്ചിട്ടതുപോലെ ഡെഡ് ബോഡി അല്ലെങ്കിൽ അസ്ഥിക്കൂടം അല്ല കിട്ടിയത്. മനുഷ്യന്റെ കയ്യിലെ എല്ലുകൾ, കാലിലെ എല്ലുകൾ, തലയോട്ടി, ഇതെല്ലാം പ്രത്യേകമായിരുന്നു ലഭിച്ചത്. അതുപോലെ നായ നൽകിയ സൂചന വെച്ച് ആ 2.5 ഏക്കർ സ്ഥലത്ത് പലയിടങ്ങൾ കുഴിച്ചു നോക്കുന്നു. അവിടെയും മനുഷ്യന്റെ അസ്ഥിക്കുടങ്ങൾ ലഭിച്ചു. 2025 ഓഗസ്റ്റ് മാസം 4 ഈ ഒരു തിരച്ചിൽ വീണ്ടും പുരോഗമിച്ചു. അപ്പോൾ ഈ 2.5 ഏക്കർ പടർന്ന് വിരിഞ്ഞു കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു കുളം. ആ കുളം കുഴിച്ചു നോക്കിയപ്പോഴും അതിനുള്ളിൽ നിന്നും ഒരുപാട് അസ്ഥിക്കുടങ്ങൾ. അങ്ങനെ ഓഗസ്റ്റ് മാസം 10, 15 അന്ന് വരെയും 30-ൽ കൂടുതൽ മനുഷ്യന്റെ ബോൺ ഫ്രാഗ്മെന്റ്സ് കണ്ടെത്തി. അടുത്ത പോലീസ് ചെയ്തത് ഇവനുമായി കോൺടാക്റ്റിലുണ്ടായിരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കംപ്ലൈന്റ് വന്നോ എന്ന് പരിശോധിക്കുന്നു. 2020 ഒക്ടോബർ മാസത്തിൽ
സിന്ധു എന്നൊരു സ്ത്രീ കാണാതായി എന്ന് അവളുടെ ബന്ധുക്കൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ആ സിന്ധുവിനും ഇവനും ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം 4 സ്ത്രീകളുമായി ഇവന് ബന്ധമുണ്ടായിരുന്നു. ആ 4 സ്ത്രീകളും മിസ്സായതിൻ്റെ കംപ്ലൈൻറ്റുമുണ്ട്. അതിൽ ഒരു ഡെഡ് ബോഡി പൂർണ്ണമായും ലഭിച്ചു. അത് ആയിഷയുടേതാണ്. അതിനുശേഷം പല ബോൺ ഫ്രാഗ്മെൻറ്റ്സ് ലഭിച്ചു. അതെന്തായാലും ബാക്കിയുള്ള ഈ 3 സ്ത്രീകളുടേത്, ജൈനമ്മ, ബിന്ദു പത്മനാഭൻ, ഇപ്പോൾ അവസാനമായി നമ്മൾ സംസാരിച്ച സിന്ധു, ഈ 3 സ്ത്രീകളിൽ ആരുടെയെങ്കിലും അല്ലെങ്കിൽ 3 പേരുടെയും അസ്ഥികൂടമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ 3 പേരുടെയും ബന്ധുക്കളുടെ DNA എടുക്കുന്നു. കണ്ടെത്തിയ ഈ മനുഷ്യ റിമൈൻസിൽ നിന്നും DNA എടുക്കുന്നു. എല്ലാം മാച്ച് ചെയ്ത് നോക്കി. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആവുകയാണ്. അടുത്ത സെബാസ്റ്റ്യൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് പരിശോധിച്ചപ്പോൾ അവൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ 1.5 കോടി രൂപയുണ്ട്, മറ്റൊന്നിൽ 50 ലക്ഷം രൂപയുണ്ട്. ഒരു സാധാരണ ബസ് ഡ്രൈവർ, റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവൻ ബാങ്കിൽ ഇത്രയേറെ പണം വച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് ശരിയായ മാർഗത്തിലൂടെ വന്ന പണമല്ല എന്ന് പോലീസിനറിയാം. ഇതുവരെയും ഈ കേസിൽ വന്ന ഈ 4 സ്ത്രീകൾ, ആ ഒരു പാറ്റേൺ എല്ലാം പരിശോധിച്ചപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം പോലീസിന് മനസ്സിലായി. ഈ 4 സ്ത്രീകളും പുരുഷന്മാരുടെ തുണയില്ലാതെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഈ 4 പേരും തനിക്ക് വേണ്ടി ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു പുരുഷൻ, സ്നേഹിക്കാൻ ഒരു വ്യക്തി വരില്ലേ എന്ന് ആഗ്രഹിച്ച് ജീവിച്ച സ്ത്രീകളായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളുമായാണ് ഇവന് ബന്ധമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇവൻ്റെ പാറ്റേൺ ഇതായിരിക്കാം. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരല്പം സ്വത്തുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവരുടെ പക്കലുള്ള സ്വത്ത്, സമ്പാദ്യം എല്ലാം എഴുതി വാങ്ങിയതിന് ശേഷം അവരെ കൊന്ന് തൻ്റെ വീടിന് പുറകിലുള്ള കൃഷിസ്ഥലത്ത് കുഴിച്ചു മൂടുക. ഇതാണ് ഇവൻ്റെ പാറ്റേൺ എന്ന് പോലീസിൻ്റെ ഒരു നിഗമനം. ഇതോടുകൂടി അവസാനിച്ചില്ല. ഇവൻ്റെ ലിസ്റ്റിൽ ഇനി മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ പുതുതായി മനോജ് എന്ന ക്യാരക്ടർ അകത്തേക്ക് വരികയാണ്. അതായത് ചില വർഷങ്ങൾക്ക് മുൻപ് ഈ മനോജ് സെബാസ്റ്റ്യനുമായി ജോലി ചെയ്തിരുന്നു. ഇതിനകം തന്നെ പോലീസിന് സെബാസ്റ്റ്യന് സംശയമുണ്ടായിരുന്നു. അവൻ്റെ പേരിൽ പല കേസുകളുണ്ടായിരുന്നു. അവൻ എന്തോ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുകയാണെന്ന് പോലീസിന് അറിയാം. അങ്ങനെ ഒരു ദിവസം ഇവനുമായി ജോലി ചെയ്യുന്ന മനോജിനെ പോലീസ് പിടിച്ചു. അവൻ്റെ ഓട്ടോ സ്റ്റോപ്പ് ചെയ്ത് പരിശോധിക്കുമ്പോൾ ഓട്ടോയ്ക്കുള്ളിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചു. കുറച്ച് ദിവസത്തിൽ ബെയിലിൽ പുറത്തു വന്നു. ഈ സമയം പോലീസിന് അറിയാം, മനോജിനെ പിടിച്ചാൽ സെബാസ്റ്റ്യനെയും പിടിച്ച് ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കാം. ഇവൻ എന്ത് ഇല്ലീഗലായിട്ടുള്ള ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് കരുതിയ പോലീസ് ബെയിലിൽ വന്ന മനോജിനെ വീണ്ടും പിടിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്താണ് മനോജ് ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ അപ്പോഴും പോലീസിനൊരു സംശയം, ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന്. കാരണം സെബാസ്റ്റ്യൻ ഇതിനകം തന്നെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മനോജിന് അറിയാം. മനോജ് പിടിക്കപ്പെട്ടാൽ താനും പിടിക്കപ്പെടുമെന്ന് സെബാസ്റ്റ്യൻ അറിയാം. അതുകൊണ്ട് മനോജിനെയും സെബാസ്റ്റ്യൻ കൊന്നിരിക്കാനാണ് സാധ്യത. അങ്ങനെ സെബാസ്റ്റ്യൻ്റെ ക്രിമിനൽ കേസ് ലിസ്റ്റിൽ മനോജിനെയും ഉൾപ്പെടുത്തി. അപ്പോൾ ഇതുവരെയും നോക്കിയാൽ ഈ സെബാസ്റ്റ്യൻ്റെ പേരിൽ 5 ക്രിമിനൽ കേസുകളാണുള്ളത്. 4 സ്ത്രീകളുടേതും ഒരു പുരുഷൻ്റേതും. ഈ ഒരു കേസ് ട്രയലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ട്രയലിന് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവസാനത്തെ ബോൺ ഫ്രാഗ്മെന്റ്സ് എല്ലാം കണ്ടെത്തിയത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇവയെല്ലാം DNA ടെസ്റ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് എത്ര പേരെ ഇവൻ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കേസുകൾ ആരും അറിയാതെ ഇനി ബാക്കിയുണ്ട് എല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു കേസ് ട്രയലിന് കൊണ്ടുപോകാൻ കഴിയൂ. അത് ഒരു പക്ഷേ ഇനി ചില മാസമോ ചില വർഷങ്ങളോ ആവശ്യമായി വന്നേക്കാം. എന്നാൽ പോലീസിനുള്ള ഒരു സംശയം, സത്യത്തിൽ ഈ 5 പേരെ മാത്രമാണോ ഇവൻ കൊന്നു കുഴിച്ചു മൂടിയത്? അല്ലെങ്കിൽ ഈ 2.5 ഏക്കർ സ്ഥലത്ത് എത്ര ഡെഡ് ബോഡി ഒരു പക്ഷേ കുഴിച്ചിട്ടുണ്ടാകും? ഇങ്ങനെ പല ചോദ്യം പോലീസിനുണ്ട്. ശരിക്കും കേരളത്തിൽ ഒരുപാട് സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സീരിയൽ കില്ലറെ കണ്ടിട്ടില്ല. ശരിക്കും കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് സീരിയൽ കില്ലർ എന്ന് വേണമെങ്കിൽ സെബാസ്റ്റ്യനെ പറയാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു 5 പേർ ഇത്ര കാഷ്വലായി കൊന്നു, അതും വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവൻ്റെ ഈ സ്ഥലത്ത് കുഴിച്ചു നോക്കിയാൽ വീണ്ടും ഒരുപാട് ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ അസ്ഥികൂടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ സെബാസ്റ്റ്യൻ ഇപ്പോഴും പോലീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇത്രയേറെ ഡെഡ് ബോഡീസ്, ഇത്രയേറെ എവിഡൻസ് എല്ലാം ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും നേരിട്ട് ഇവരെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്, ഇത്രയേറെ സ്കാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവരുടെ ഈ ഭൂമിയെല്ലാം ഞാനാണ് തട്ടിപ്പ് നടത്തിയത്, ഇതൊന്നും നേരിട്ട് കൺഫെഷൻ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് പോലീസിന് വീണ്ടും വരുന്നൊരു സംശയം, സത്യത്തിൽ ഇവൻ മാനസിക നില ശരിയായ ഒരു വ്യക്തി തന്നെയാണോ അല്ലെങ്കിൽ ഇവന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനൊരു സംശയവും പോലീസിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറെ വെച്ച് ഇവളെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരുപാട് ക്രിമിനൽസ് ഈ ടാക്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് മാനസിക നില ശരിയല്ല എന്നൊക്കെ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് കേസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ പ്രോഗ്രസ് ഇപ്പോഴും നടക്കുകയാണ്. ഭാവിയിൽ ഈ ഒരു കേസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ലഭിച്ചാൽ തീർച്ചയായും നിങ്ങളത് അറിയിക്കുന്നതാണ്.
ഒരു പക്ഷേ DNA റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ശരിക്കും ഈ ഡെഡ് ബോഡീസ് ആരുടേതാണ്, അല്ലെങ്കിൽ കേസ് സംശയിച്ചതുപോലെ ഈ 5 പേരും അല്ലാതെ വീണ്ടും ഒരുപാട് അസ്ഥിക്കൂടം ലഭിച്ചേക്കാം, അസ്ഥിക്കൂടം വീണ്ടും മറ്റു പല കേസിലേക്ക് നയിച്ചേക്കാം. എന്തായാലും ഈ DNA റിസൾട്ട് വന്നാൽ മാത്രമേ ഈ കേസിൻ്റെ പ്രോഗ്രസ് അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ കേസിലൂടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരുപാട് സീരിയൽ കില്ലേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഒരുപാട് കേസിൽ കണ്ടിട്ടുണ്ട്. ഓരോ സീരിയൽ കില്ലേഴ്സിനും ഓരോ പാറ്റേൺ ഉണ്ടായിരിക്കും. ഓരോ സീരിയൽ കില്ലേഴ്സും അവരുടെ വിക്ടിമിനെ സെലക്ട് ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ചാനലിൽ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. ചില സീരിയൽ കില്ലേഴ്സ് ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്യും. ചിലർ ചെയ്യുന്നത് ഈ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യും. ചില സീരിയൽ കില്ലേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഭാര്യയുമായി വെറുപ്പുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ പോലെ തന്നെ തോന്നിക്കുന്ന സ്ത്രീകളെല്ലാം സെലക്ട് ചെയ്ത് കൊല്ലും. ഇങ്ങനെ സീരിയൽ കില്ലേഴ്സിന് തന്നെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. കൊലപാതകം ചെയ്യുന്നതിനൊരു പാറ്റേൺ ആയിരിക്കും, വിക്ടിമിനെ സെലക്ട് ചെയ്യുന്നത് ഒരു പാറ്റേൺ ആയിരിക്കും. എന്നാൽ ഈ സെബാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ വളരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് മിഡിൽ ഏജ് സ്ത്രീകളെ, 40-50 വയസ്സ്, ഭർത്താവില്ലാതെ യാതൊരു തുണയും ഇല്ലാതെ, അതേസമയം ഒരുപാട് പണം, സ്വത്ത്, ഭൂമി, ഇങ്ങനെയുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്ത് അവരുമായി ഒരു ബന്ധമുണ്ടാക്കുകയും അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ 50-60 വയസ്സുള്ള ഈ മിഡിൽ ഏജ്ഡ് പീപ്പിൾസൊക്കെ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമോ, സ്നേഹിക്കുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ആ ഒരു ഉദ്ദേശം ശരിയായി പ്രയോജനപ്പെടുത്തി അങ്ങനെയുള്ള സ്ത്രീകളെയാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ സ്വത്തുക്കളെല്ലാം വാങ്ങി അവരെ കൊല്ലുക. അപ്പോൾ ഇതുവരെയും ഈ ഒരു കേസ് കണ്ടിടത്തോളം നമുക്ക് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഈ 5 പേരോട് കൂടി ഈ ഒരു കേസ് എന്തായാലും അവസാനിക്കില്ല. വീണ്ടും ഇവൻ എത്ര പേരെ കൊന്നിട്ടുണ്ടാകുമെന്നുള്ളത് ആ 2.5 ഏക്കർ ഭൂമി കുഴിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ സെബാസ്റ്റിൻ്റെ കേസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ശരിക്കും അവൻ ഈ 5 പേരെ മാത്രമേ കൊന്നിട്ടുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ഒരുപാട് പേരെ കൊന്നിരിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.